സാറേ, കൈയുടെ കുഴയാ അവന്മാർ ഇടിച്ചിളക്കിയത്. ഇപ്പോഴും വേദന സഹിക്കാൻ വയ്യ സാറേ. മാർക്കോയുടെ കൈയുടെ ബലത്തെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഇങ്ങനൊരാളെ കൈ കിട്ടിയാൽ എങ്ങനെ പെരുമാറുമെന്നും അറിയാം. അവൻ ഇങ്ങോട്ടെ കാണാൻ കയറി വരുവോ സാറേ? സാറിനെ വിളിക്കോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ. എടോ, നിസ്സഹായവരെയും നിരപരാധികളെയും മാർക്കോയും അവന്റെ കൂട്ടുകാരൻ ലോപ്പസും ഒന്നും ചെയ്യില്ല. അവനോ അവന്റെ കൂട്ടുകാർക്കോ ആരെങ്കിലും ആപത്തുണ്ടാക്കിയ അവൻ അവരെ തെരഞ്ഞു പിടിച്ച് കൈകാര്യം ചെയ്തിരിക്കും. താൻ കൊട്ടേഷൻ കൊടുത്ത കണ്ണന്റെ അച്ഛന്റെ കൊലയാളി അപ്പുറത്തുണ്ട്. ആ സംഭവത്തിന് ശേഷവും താൻ കണ്ണനെ ചൂഷണം ചെയ്യാനല്ലേ നോക്കിയത്? താനും തന്റെ പെങ്ങളും കൂടി അല്ലേടോ കണ്ണന് കൊടുക്കാനെന്ന് പറഞ്ഞു തന്ന മരുന്നില് മായം കലർത്തിയത്. എന്നിട്ട് ദൈവം നിന്നെയൊക്കെ വെറുതെ വിട്ടോ? 10-20 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും തെളിയേണ്ടതൊക്കെ തെളിഞ്ഞില്ലടോ. സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി പണം മുടക്കിയവനാ താൻ. എന്നിട്ടും പക തീർന്നില്ല. അന്നത്തെ അപകടത്തിൽ വീൽ ചെയറിലായിപ്പോയ കണ്ണനെ താങ്ങും തണലുമായി മഹാലക്ഷ്മിയെ പോലൊരു പെൺകുട്ടി വന്നപ്പോ അവരെ പലതവണ നിങ്ങളൊക്കെ വേർപിരിക്കാൻ നോക്കി. കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ നോക്കി. അതിനുള്ള ശിക്ഷയാ നിങ്ങൾക്ക് മാർക്കോ തന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കോയ്ക്ക് ചേട്ടനെ പോലെയാ കണ്ണൻ. പെങ്ങളാണ് മഹാലക്ഷ്മി. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലൊരു പോറലേറ്റാൽ അവൻ അടങ്ങിയിരിക്കില്ല. കണ്ണനും മഹാലക്ഷ്മിക്കും ഉണ്ടാവുന്ന തിരിച്ചടിയുടെ ഇരട്ടി അവൻ നിങ്ങൾക്ക് തന്നിരിക്കും. സാറേ, ഇനി ഞാനും എൻ്റെ മോനും ഒന്നിനുമില്ല സാറേ. തന്നെ കാണാൻ തുടങ്ങിയ കാലം മുതലേ താനിത് പറയുന്നതാ. അതെന്നോട് വെറുതെ പറയണ്ട. ഇനി ഞാൻ നന്നാവാൻ തീരുമാനിച്ചുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയല്ല വേണ്ടത്. അതിനുവേണ്ടി മനസ്സിനെ പാകപ്പെടുത്തണം. അങ്ങനെ സ്വയം തീരുമാനമെടുക്കണം. ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും പറയുന്നൊക്കെ കേൾക്കാലോ. ഇപ്പോ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനി പതുക്കെ നടക്കാനും പറ്റും. നാവിനും കൈകാലുകൾക്കും ചലനശേഷി കിട്ടിയാൽ അതുകൊണ്ട് നല്ലത് ചെയ്യാനും പറയാനും നോക്കണം. വളഞ്ഞ വഴിയിലൂടെ പലതും വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാൽ ഉള്ളതുകൂടി ഇല്ലാതാവുകയുള്ളൂ. അത് സ്വന്തം അനുഭവത്തിലൂടെ പഠിച്ചു കഴിഞ്ഞു അച്ഛനും മകനും. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ അത് രണ്ടാളുടെയും വിധി എന്നേ പറയാൻ പറ്റൂ. ജയബാല, ഇയാളുടെ ശരീരത്തിലൊന്ന് ഒഴിഞ്ഞു കൊടുക്ക്. ശരി സാറേ. മാർക്കോടെ ഇടികൊണ്ട് എല്ലൊക്കെ തിരിഞ്ഞിരിക്കുക. അതിന് വീഴേണ്ട സ്ഥലത്ത് തന്നെ വീഴണ്ടേ? എന്നാൽ ഇതൊരു വല്ലാത്ത വീഴ്ചയായിപ്പോയി. അയ്യോ!